അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. പ്രതിപദ്ദിവസേ കാര്യം പ്രാതസ്നാനം വിധാനത. നദ്യാം നദേ തടാകേ വാപ്യാം കൂപേ ഗൃഹേധവാ. പ്രാതർനിത്യം പുരകൃത്വാ ദ്വിജാനാം വരണം തഥാ. അർഘ്യപാദ്യാദികം സർവം കർത്തവ്യം മധുപൂർവകം. വസ്ത്രാലങ്കരണാദീനി ദേയാനി ച സ്വശക്തിതാ. വിത്തശാഠ്യം ന കർത്തവ്യം വിഭവേ സതി കർഹിചിൽ. വിപ്രൈ സന്തോഷിതൈ കാര്യം സമ്പൂർണം സർവഥാ ഭവേൽ. നവപഞ്ചസ്ത്രയശ്ചൈകോ ദേവ്യാ പാഠേ ദ്വിജാസ്മൃത. വരയേത് ബ്രാഹ്മണം ശാന്തം പാരായണകൃതേ തദാ. സ്വസ്തിവാചനകം കാര്യം വേദമന്ത്ര വിധാനത. വേദ്യാം സിംഹാസനം സ്ഥാപ്യ ക്ഷൗമവസ്ത്രസമന്വിതം. തത്ര സ്ഥാപ്യ അംബികാദേവി ചതുർഹസ്തായുധാന്വിത. രത്നഭൂഷണസംയുക്ത മുക്താഹാരവിരാജിത. ദിവ്യാംബരധരാ സൗമ്യ സർവലക്ഷണസംയുത. ശംഖചക്രഗദാപദ്മധരാ സിംഹേ സ്ഥിതാ ശിവ. അഷ്ടാദശഭുജാ വാപി
പ്രതിഷ്ഠാപ്യ സനാതനീ അർച്ചാഭാവേ തഥായന്ത്രം നവാർണമന്ത്രസംയുതം സ്ഥാപയേൽ പീഠപൂജാർത്ഥം കലശം തത്ര പാർശ്വത പഞ്ചപല്ലവസംയുക്തം വേദമന്ത്രൈ സുസംസ്കൃതം സുതീർത്ഥജലസമ്പൂർണം ഹേമരത്നൈ സമന്വിതം പാർശ്വേ പൂജാർത്ഥസംഭാരാൻ പരികൽപ്യ സമന്തതാ ഗീതവാദിത്രനിർഘോഷാൻ കാരയൻ മംഗളായ വൈ തിഥൗ ഹസ്താന്വിതായാം ച നന്ദായാം പൂജനം വരം പ്രഥമേ ദിവസേ രാജൻ വിധിവൽ കാമദം നൃണാം നിയമം പ്രഥമം കൃത്വാ പശ്ചാത് പൂജാം സമാചരേൽ ഉപവാസേന നക്തേന ചൈകഭുക്തേന വാ പുനഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആദ്യ ദിനം പ്രഭാതത്തിൽ സ്നാനം വേണം, നദീകുളം തടാകം സമുദ്രം കിണർ വീട്ടിലുമാവാം. നിത്യകർമ്മം പൂർത്തിയാക്കി ദ്വിജന്മാരെ വരിക്കണം, മധുപർക്കം അർഘ്യപാദ്യം എന്നിവയോടെ. ശക്തി പോലെ വസ്ത്രാലങ്കാരങ്ങളും നൽകിയിട വേണം, ലുബ്ധില്ലാതെ കഴിവുപോൽ കൊടുത്തിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിപ്രർ സന്തോഷിച്ചാൽ എല്ലാം ഭംഗിയായി നടന്നിടും, ദേവി പാദങ്ങളെ അപ്പോൾ ജപിച്ചിടണം. ഇതിനായി 9 അല്ലെങ്കിൽ 5 3 1 ബ്രാഹ്മണരും ഉണ്ടാകണമെന്നും അറിയൂ. ശാന്തനായ ബ്രാഹ്മണനെ ഇതിനായി വരിക്കണം, വേദമന്ത്രം പോൽ ചൊല്ലേണം സ്വസ്തിവാചകം. വേദിയിൽ പട്ടുവസ്ത്രത്തിൽ സിംഹാസനം സ്ഥാപിക്കണം, ചതുർഭുജ ദേവിയെയും പ്രതിഷ്ഠിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ
ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രത്നഭൂഷണങ്ങളോടെ മുത്തുമാല ചാർത്തി സൗമ്യം ദിവ്യാംബരം സർവവിധ ലക്ഷണങ്ങളും ശംഖചക്രഗദാ പത്മധാരിയായി സിംഹാരൂഢ 18 കൈകളുള്ള സനാതനിയെ പ്രതിഷ്ഠിക്കൂ. അല്ലയെങ്കിൽ നവാർണ മന്ത്രലേഖനം ചെയ്തതായ യന്ത്രത്തെയും പീഠത്തിൽ വയ്ക്കാം. ദക്ഷിണഭാഗത്തോ അതുമല്ലെങ്കിലോ മുന്നിലായും കലശവും സ്ഥാപിക്കണം യഥാവിധിയാൽ. കലശത്തിൽ പുണ്യജലം നിറയ്ക്കണമതിലായി സ്വർണരത്നം സ്ഥാപിക്കണം മന്ത്രസഹിതം. പൂജാദ്രവ്യം പാർശ്വത്തിലായി വച്ചിടണമതുപോലെ മംഗളവാദ്യവും പാട്ടും മുഴക്കിടണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. പ്രതിപദേ അത്തരത്തിലായി പൂജിച്ചിടില്ലുത്തമം. സർവകാമങ്ങളും അതിനാലേ ലഭിക്കും. ഉപവാസമതല്ലെങ്കിൽ ഒരു നേരം മാത്രമായും വ്രതത്തോടെ യഥാവിധി പൂജിച്ചിടണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം, അതിൽ 26-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 296-ാമത്തെ ദിവസം നാം അനുസ്മരിക്കുന്നത്. ആദ്യം അമ്മയുടെ ആ ശ്ലോകം ചൊല്ലി നമുക്ക് പ്രഭാഷണത്തിലേക്ക് കിടക്കാം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. എങ്ങനെയാണ് നവരാത്രി വ്രതം എന്നുള്ളത് വേദവ്യാസൻ ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. അതിൻ്റെ തുടർച്ച ഇന്ന് നമുക്ക് അനുസ്മരിക്കാം. ദേവീതത്വം അറിവുള്ള ബ്രാഹ്മണോത്തമന്മാരെ അമാവാസിയുടെ അന്ന് രാത്രി തന്നെ യജ്ഞത്തിനായിട്ട് ക്ഷണിക്കണമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി ആദ്യത്തെ ദിവസം പ്രതിപദ്ദിവസേ കാര്യം പ്രാതസ്നാനം വിധാനതാം.
പ്രഥമ ആദ്യത്തെ ദിവസം പ്രഭാതത്തിൽ തന്നെ പ്രാതസ്നാനം വിധാനത, പ്രഭാതത്തിൽ തന്നെ വിധിയനുസരിച്ച് സ്നാനം നടത്തുക, കുളിക്കുക. പിന്നെയോ അത് നദ്യാം നദേ തടാകേവ വാപ്യാം കൂപേ ഗൃഹേധവ, എവിടെ കുളിച്ചാലും വിരോധമില്ല എന്നാണ്. അത് നദിയിലാണെങ്കിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ, നദേ നദ്യാം നദേ തടാകേവ തടാകത്തിലാവാം, വാപ്യാം കുളത്തിലോ അല്ലെങ്കിൽ കൂപേ കിണറ്റിലോ, ഇനി അതല്ലെങ്കിൽ ഗൃഹത്തിൽ കോരി കുളിക്കുക, അങ്ങനെയാണെങ്കിലും വിരോധമില്ല. പ്രാതർനിത്യം പുരകൃത്വാ ദ്വിജാനാം വരണം തഥാ, പ്രഭാതകാലത്ത് ആ നിത്യകർമാദി പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം യജ്ഞത്തിന് ആ ദ്വിജന്മാരെ ബ്രാഹ്മണരെ അതിനായിട്ട് വരിക്കണം, അല്ലേ? ആചാര്യവരണം എന്നുള്ളതുപോലെ അവരെയൊക്കെ വരിക്കുക. പിന്നെ അർഘ്യപാദ്യാദികം സർവം കർത്തവ്യം മധുപൂർവകം, മധുപർക്കത്തോടുകൂടിയ അർഘ്യപാദ്യാദികൾ അത് എല്ലാം നൽകിയിട്ട് വേണം ഈ തരത്തിൽ ആചാര്യന്മാരെ ബ്രാഹ്മണരെ വരിക്കാൻ എന്ന് പറഞ്ഞു. പിന്നെന്ത് വേണം? വസ്ത്രാലങ്കരണാദീനി ദേയാനിജ സ്വശക്തിത, സ്വശക്തി തൻ്റെ ശക്തിക്കനുസരിച്ച് വസ്ത്രം, അലങ്കാരം തുടങ്ങിയവയൊക്കെ ഈ ബ്രാഹ്മണർക്ക് നൽകണം. പിന്നെ വിത്തശാഠ്യം ന കർത്തവ്യം വിഭവേ സതി കർഹിച്ചിൽ, വേണ്ടത്ര ഉണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ എന്ന് മാത്രം പ്രത്യേകമായിട്ട് പറഞ്ഞു. ധനമുണ്ടെങ്കിൽ അതിൽ ലുബ്ധ കാണിക്കരുത്, അതിൽ പിശുക്ക് കാണിക്കരുത് എന്ന് പറയുന്നു. ഇനി ധനമില്ലെങ്കിലോ നമുക്ക് എന്താണോ ഉള്ളത് അതാ പറഞ്ഞത്, സ്വശക്തിത, അവനവൻ്റെ ശക്തിക്കനുസരിച്ച് ഈ ബ്രാഹ്മണർക്ക് കൊടുക്കണം. അപ്പോൾ വിപ്രൈ സന്തോഷിതൈ കാര്യം സമ്പൂർണം സർവധാ ഭവേൽ, ബ്രാഹ്മണർ സന്തോഷിച്ചാൽ, ബ്രഹ്മത്തെ അറിയുന്ന ഈശ്വരഭക്തന്മാര് സജ്ജനങ്ങള് അവർ സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി സമ്പൂർണമായി നടക്കും. നവപഞ്ചസ്ത്രയൈശ്ചൈകോ ദേവ്യാ പാഠേ ദ്വിജാ സ്മൃത, നവപഞ്ചസ്ത്രയൈശ്ചൈകോ, അപ്പോൾ ഈ ചണ്ഡി സപ്തശതി തുടങ്ങിയവയൊക്കെ പാരായണം ചെയ്യുക. പിന്നെയോ അതിനുവേണ്ടി നവപഞ്ചസ്ത്രയശ്ചൈകോ, 9 അല്ലെങ്കിൽ 5, 3, 1 ഇങ്ങനെയുള്ള ബ്രാഹ്മണര് വേണം എന്നാണ്. ദേവ്യാ പാഠേ, ദേവിയുടെ കഥകൾ, ദേവിയുടെ ആ ലീലകൾ വർണ്ണിക്കുന്ന ചണ്ഡി സപ്തശതി തുടങ്ങിയവയൊക്കെ വേണ്ട പോലെ ജപിക്കുക. അതിനുവേണ്ടിയാണ് ഈ ബ്രാഹ്മണരെ കൊണ്ടുവരുന്നത്. പിന്നെ വരയേൽ ബ്രാഹ്മണം ശാന്തം പാരായണകൃതേ തഥാ സ്വസ്തിവാചനകം കാര്യം വേദമന്ത്രവിധാനത. ഇവിടെ പറയണു ശാന്തനായ ഒരു ബ്രാഹ്മണനെ. ഇനിയിപ്പോൾ ഒരാളാണെങ്കിൽ ഒരാളെ, അതല്ല അതിന് 3 പേരുണ്ടെങ്കിൽ 3, 5 ആണെങ്കിൽ 5, 9 ആണെങ്കിൽ, നവരാത്രി ആയതുകൊണ്ട് 9 ബ്രാഹ്മണരാണ് വളരെ വിശേഷമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അങ്ങനെ അവരെ വിളിച്ചിട്ട് പാരായണത്തിനായിട്ട് അവരെ വരിക്കുക. വേദമന്ത്രവിധി അനുസരിച്ച് സ്വസ്തിവാചനകം, സ്വസ്തിവാചകങ്ങളൊക്കെ ചൊല്ലുക. ഇപ്പം നേരത്തെ പറഞ്ഞു ചണ്ഡി സപ്തശതി തുടങ്ങിയവ പാരായണം ചെയ്യാൻ ക്ഷണിക്കുക. അത് ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ വരിക്കുക, 3 ആണെങ്കിൽ ആ 3 പേരെയും, അല്ലെങ്കിൽ 5, 9 ഇങ്ങനെ. പിന്നെ വേദ്യാം സിംഹാസനം സ്ഥാപ്യ ക്ഷൗമവസ്ത്രസമന്വിതം, പട്ടുവസ്ത്രത്തോടു കൂടിയിട്ടുള്ള സിംഹാസനം, ആ പട്ടുവസ്ത്രം വിരിച്ച സിംഹാസനം വേദിയിൽ സ്ഥാപിക്കുക. തത്ര സ്ഥാപ്യ അംബികാദേവി, അവിടെ ആ ജഗദംബികയായ ചതുർഹസ്തായുധാന്വിത 4 തൃക്കൈകളിൽ ആയുധങ്ങളോടുകൂടിയ ആ ഭഗവതിയെ, ആ ദേവിയെ, ജഗദംബികയെ പ്രതിഷ്ഠിക്കണം. അപ്പോൾ ഭഗവതിയുടെ പ്രതിമ അവിടെ സ്ഥാപിക്കുക. രത്നഭൂഷണ സംയുക്ത മുക്താഹാര വിരാജിത, മുക്താഹാരം, മുക്താഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുമാല, അതേപോലെ രത്നഭൂഷണങ്ങളോടുകൂടിയ മുത്തുമാലയൊക്കെ കഴുത്തിലണിഞ്ഞ് ശോഭിക്കുന്ന ദിവ്യാംബരധര, ദിവ്യമായ അമ്പരം, ദിവ്യമായ പട്ടുടുത്ത, സൗമ്യയായ സർവലക്ഷണ സംയുത, എല്ലാ ലക്ഷണങ്ങളുമുള്ള
ആ ദേവിയാവണം. പിന്നെ ദേവിയുടെ കയ്യിൽ ശംഖചക്ര ഗദാപത്മധര സിംഹേ സ്ഥിതാ ശിവ. ശംഖ, ചക്രം, ഗദ, പത്മം, മഹാവിഷ്ണുവിനെ പോലെ തന്നെ ഇതൊക്കെ ധരിച്ച് സിംഹത്തിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടാദശഭുജാവാപി പ്രതിഷ്ഠാപ്യാസനാതനി. ദേവീ വിഗ്രഹം പ്രതിഷ്ഠിക്കണം. ഇനി അഷ്ടാദശഭുജ 18 തൃക്കൈകളോടുകൂടിയ ആ സനാതനിയായ ദേവിയുടെ വിഗ്രഹവും ഇത്തരത്തിൽ പ്രതിഷ്ഠിക്കാം. അതല്ലെങ്കിൽ 4 കൈകളോടുകൂടിയ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച ദേവിയെ സിംഹാസനത്തിൽ സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന രീതിയിൽ അത്തരത്തിൽ അവിടെ പ്രതിഷ്ഠിക്കണം. അർച്ചാഭാവേ തഥായന്ത്രം നവാർണമന്ത്രസംയുതം. അപ്പോൾ ദേവീ വിഗ്രഹം ഇനി ലഭിക്കണില്ല എന്നുണ്ടെങ്കിൽ ആ നവാർണമന്ത്രം ആലേഖനം ചെയ്ത യന്ത്രം പൂജയ്ക്ക് വേണ്ടി പീഠത്തിലായിട്ട് സ്ഥാപിക്കുക. പിന്നെ സ്ഥാപയേൽ പീഠപൂജാർത്ഥം കലശം തത്ര പാർശ്വത. ഇത് ഈ പൂജയ്ക്ക് വേണ്ടി പീഠത്തിൽ ഇത് സ്ഥാപിക്കുക. അതിൻ്റെ ദക്ഷിണഭാഗത്തോ മുന്നിലോ ആയിട്ട് കലശവും സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഈ കലശത്തിൽ എന്ത് വേണം? പഞ്ചപല്ലവ സംയുക്തം വേദമന്ത്രൈ സുസംസ്കൃതം സുതീർത്ഥജലസമ്പൂർണം ഹേമരത്നൈ സമന്വിതം. കലശത്തിൽ പുണ്യജലം നിറയ്ക്കുക, അതിൽ സ്വർണവും അതേപോലെ പഞ്ചരത്നങ്ങൾ നിക്ഷേപിക്കുക. പിന്നെ വേദമന്ത്രങ്ങൾ ജപിച്ച് പരിശുദ്ധമാക്കി വേണം ഈ കലശം അവിടെ വയ്ക്കാൻ. പാർശ്വേ പൂജാർത്ഥ സംഭാരാൻ പരികൽപ്യ സമന്തത. പൂജയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ പാർശ്വഭാഗത്ത് നമ്മളിരിക്കുന്ന പൂജ തുടങ്ങുന്ന ആ പൂജകൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഒതുക്കി വെക്കണം. പിന്നെയോ ഗീതവാദിത്ര നിർഘോഷാൻ കാരയേൻ മംഗളായവൈ. എല്ലാ മംഗളങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ വേണം. നല്ലപോലെ പാട്ട് പാടുക, അതേപോലെ മൃദംഗം, ശംഖ്, വീണ, വേണു ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ മുഴക്കുക. പിന്നെ തിഥൗ ഹസ്താന്വിതായാം ച നന്ദായാം പൂജനം വരം. നന്ദാതിഥി, നന്ദ എന്ന് പറഞ്ഞാൽ പ്രതിപദം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം, പ്രഥമ. ആ അത്തം നക്ഷത്രത്തിൽ പൂജിക്കുന്നത് അത്യുത്തമമാണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. പ്രഥമേ ദിവസേ രാജൻ വിധിവൽക്കാമദം നൃണാം. ആ ദിവസം ഉത്തമ വിധി അനുസരിച്ച് ചെയ്യുന്ന പൂജ നൃണാം ആ മനുഷ്യർക്ക് എല്ലാ കാമങ്ങളും നൽകുന്നതാണ്. കാമദം കാമങ്ങളെ സമ്പൂർണമായി നൽകുന്നതാണ് എന്നറിയൂ. പിന്നെയോ നിയമം പ്രഥമം കൃത്വാ പശ്ചാത് പൂജാം സമാചരേൽ ഉപവാസേന നക്തേന ചൈകഭുക്തേന വാ പുന. വേണ്ടതെന്താ? പൂർണ്ണമായി ഉപവസിക്കുക. ഇനി അല്ലെങ്കിൽ അതിന് പറ്റില്ലെങ്കിലോ എങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷിക്കുക. ഏകഭുക്തേന. ഇനി അഥവാ രാത്രിയിൽ ഉപവാസ വ്രതം എടുക്കുക. പകല് മാത്രം കഴിക്കുക, രാത്രി ഒന്നും കഴിക്കാതിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും വ്രതത്തോടെ സങ്കല്പ പൂജ നടത്തി യഥാവിധി ആ ഭഗവതിയെ പൂജിക്കുകയാണ് വേണ്ടത് എന്ന് വേദവ്യാസൻ ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയും ഉപദേശങ്ങൾ തുടരുകയാണ്. ആ ഉപദേശങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാः സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.